ഹായ് ഓൾ, നിങ്ങൾക്കറിയാം April 6 നമ്മുടെ CUET അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6th ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 6th ആയതിന് കുറച്ച് ശേഷവും ഈ CUET പാർട്ടായിട്ടുള്ള CUETയിൽ പങ്കെടുക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എല്ലാവരും തന്നെ അവരുടെ എലിജിബിലിറ്റി അഡ്മിഷൻ ക്രൈറ്റീരിയാസ് റിലീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇപ്പം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിലാണ്. കുറേ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇന്നപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള, അത്യാവശ്യം ഏരിയയുള്ള, അത്യാവശ്യം കോഴ്സുകളൊക്കെ ഉള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. CUK അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അഡ്മിഷൻ ക്രൈറ്റീരിയ എല്ലാം തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അവരുടെ എലിജിബിലിറ്റി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കുട്ടികൾക്ക് സംശയമുണ്ട്, ഇനി ഹൈദരാബാദ് ഇതിൻ്റെ പാർട്ടാണോ, പോണ്ടിച്ചേരി ഇതിൻ്റെ പാർട്ടാണോ എന്നൊക്കെ ഉള്ളത്. ആ ഒരു സംശയത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും നിർബന്ധമായും CUETയുടെ പാർട്ട് ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് UGCയുടെ ഒരു ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പം എങ്ങനെ പോയാലും ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം അവരുടെ എലിജിബിലിറ്റി ഇന്നല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്തേ പറ്റൂ. അത് റിലീസ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണെന്നും ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നും കണ്ടുവച്ചാൽ മാത്രം മതി. എലിജിബിലിറ്റി ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന പാടെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും ഓർത്ത് ഒരു സ്റ്റുഡൻറ്റും ഒരു കുട്ടികളും പേടിക്കേണ്ട, സംശയിക്കേണ്ട. CUET വഴി തന്നെയായിരിക്കും എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ അഡ്മിഷൻ. സോ ഇപ്പോൾ ഈ റിലീസായിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ അവർ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഏതൊക്കെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, BA, BSc, BTech കൊടുക്കുന്നുണ്ട് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി. പോരാത്തതിന് അതിൻ്റെ എലിജിബിലിറ്റി, ഏത് ഡൊമൈനിൽ നിന്നാണ് ഓരോ കോഴ്സിലേക്കുമുള്ള എൻട്രൻസ് അപ്പിയർ ചെയ്യേണ്ടത്, അതായത് ഏതൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾ CUETയിൽ പാർട്ടാവേണ്ടത്, ഏതൊക്കെ എക്സാംസാണ് നിങ്ങൾ എഴുതേണ്ടത്, ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. അതിന് മുമ്പ് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ CUETയെ പറ്റിയുള്ള കാര്യങ്ങൾ, ബാക്കി യൂണിവേഴ്സിറ്റികളെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഇനി ആൾക്കാർ അവെയർ ആവാനുണ്ട്. അപ്പം നിങ്ങൾ അറിയാവുന്നവർ ഇതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. CUETയെ പറ്റിയുള്ള പ്രൊപ്പോസിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഓരോ +2 സ്റ്റുഡൻറ്റും എഴുതേണ്ട ഒരു പരീക്ഷയാണ് CUET, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് CUET. അപ്പോൾ അതൊന്നും ഒരു കുട്ടിക്ക് മിസ്സാവാതിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം സ്റ്റുഡൻസിനോട്, ഫ്രണ്ട്സിനോട്, കുട്ടികളോട്, അയൽക്കാരോട് എല്ലാവരോടും പറഞ്ഞ് എക്സാം മാക്സിമം +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, മാക്സിമം അവരെ കൊണ്ട് ഇത് എഴുതിപ്പിക്കുക. നമുക്കിനി നമ്മുടെ CUET വിശേഷങ്ങൾ, നമ്മുടെ കർണാടകയുടെ നോട്ടിഫിക്കേഷൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക റിലീസ് ചെയ്തിട്ടുള്ള അവരുടെ എലിജിബിലിറ്റി അഡ്മിഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നും അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നും നോക്കാം. ആദ്യത്തെ ഒരു നോട്ടിഫിക്കേഷനാണ്, അതായത് ഈ ഒരു എലിജിബിലിറ്റി ഒക്കെ പറയുന്നതിന് മുമ്പ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ NEP സ്വീകരിച്ച് കഴിഞ്ഞു, NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി കഴിഞ്ഞു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് UG പ്രോഗ്രാംസിലേക്കൊക്കെ നടത്തുന്ന എക്സാംസിനെ പറ്റിയുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. തങ്ങളുടെ UG പ്രോഗ്രാമുകളിലേക്കൊക്കെ തന്നെ പല ക്രൈറ്റീരിയാസ് വെച്ചിട്ട് CUET വഴി തന്നെയായിരിക്കും, CUET വഴി മാത്രമായിരിക്കും എൻട്രി എന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്നത്. എല്ലാവരും തങ്ങളുടെ യൂണിവേഴ്സിറ്റി ലിങ്ക് വഴിയോ അല്ലെങ്കിൽ NTA ലിങ്ക് വഴിയോ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ആയോ എന്നുള്ളത്. ഫ്യൂച്ചർ അപ്ഡേറ്റ്സ്, ഇനി വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയും നിങ്ങളിപ്പം കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കയറി നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം ഏതൊരു അപ്ഡേറ്റും. ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ പോലും അവരുടെ ഒഫീഷ്യൽ സൈറ്റിലുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി നിങ്ങൾക്ക് സ്വന്തം വായിച്ച് നോക്കാവുന്നതാണ്. സോ ഇങ്ങനെ എപ്പോഴും സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ സൈറ്റ് നോക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഏതൊരു വാർത്ത വന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊരു ന്യൂസ്, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സോ നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. കോഴ്സസ്, ഡൊമെയിൻസ്, അതുപോലെ എലിജിബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് വരുന്നത് BSc ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിനായിട്ട് അവർ അപ്പിയർ ചെയ്യാൻ പറയുന്ന എൻട്രൻസ് അല്ലെങ്കിൽ ഡൊമെയിൻസ്, ഈ ഒരു എക്സാംസ് നിങ്ങൾ എഴുതണം എന്ന് നിർബന്ധം പറയുന്നത് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഈ 3 പേപ്പേഴ്സാണ്. അത് കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷനിലാണ്. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. ഫിസിക്സ്, മാത്തമാറ്റിക്സും കെമിസ്ട്രിയും 3 എണ്ണം നിർബന്ധമായി നിങ്ങൾ എഴുതേണ്ടതുണ്ട്. എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് +2 സയൻസ് പഠിച്ചിട്ടുള്ള സ്ട്രീമിൽ നിന്നായിരിക്കണം നിങ്ങൾ പാസ്സായിട്ടുണ്ടാവുന്നത്. 50% മാർക്ക് ഫോർ അൺറിസർവ്ഡ് കാറ്റഗറീസ്, റിസർവേഷൻ പറയുന്നുണ്ട് 45%. OBC, SC, ST, ഡിഫറൻ്റ്ലി ഏബിൾഡ്, അതുപോലെ കശ്മീരി, മൈഗ്രൻ്റ് ആൻഡ് നോൺ മൈഗ്രൻ്റ് പണ്ഡിറ്റ്സ്. അപ്പോൾ ഇവർക്കൊക്കെ ആയിട്ടുള്ള റിസർവേഷൻ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 5% കുറച്ച് മതി. സോ 50% അൺറിസർവ്ഡ് കാറ്റഗറീസ്, 45% റിസർവ്ഡ് കാറ്റഗറീസ്. പക്ഷേ ഇവർ +2ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ള വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം നിർബന്ധമായിട്ടും. സെക്ഷൻ 2, അതായത് ഈ ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും നിങ്ങളുടെ അഡ്മിഷൻസ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതും.
പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡിഗ്രി ഫിസിക്സ് ആണോ മാത്തമാറ്റിക്സ് ആണോ എന്നുള്ളത് തേർഡ് ഇയറിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. തേർഡ് ഇയറിൽ നിങ്ങൾ മെറിറ്റ് കം ചോയ്സ് ബേസിസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട വിഷയം ഒരുപാട് മാർക്ക് ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ഒരു വിഷയം തന്നെ ആയിരിക്കണമല്ലോ, ഫിസിക്സ് അല്ല മാത്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഏതിലാണ് ഡിഗ്രി കിട്ടുക എന്നുള്ളത് തേർഡ് ഇയർ ആകുമ്പോഴേ അറിയുള്ളൂ. സോ അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഡിഗ്രി തന്ന് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് വരുന്ന കോഴ്സാണ് BSc കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസസ്. കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിയാണ്. +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ല മാത്സ് പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം നിങ്ങൾ. 50% മാർക്കും നേടിയിട്ടുണ്ടാവണം. റിസർവ്ഡ് കാറ്റഗറീസ് ആണെങ്കിൽ നിങ്ങൾക്ക് 45% മാർക്കാണ് വേണ്ടത്. ഈ ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ്, അതിൽ നേടുന്ന സ്കോർ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേർഡ് ഇയറിലാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്കുള്ള സ്പ്ലിറ്റ് നടക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിയോ അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് സയൻസ് ആവും, അതിലായിരിക്കും നിങ്ങളുടെ ഡിഗ്രി. സോ നമുക്ക് അടുത്ത കോഴ്സിലേക്ക് പോകാം. അടുത്ത് വരുന്നത് BSc ജിയോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസസ് ആണ്. സോ ഇതിനായിട്ട് അവർ ചോദിക്കുന്ന ഏതൊക്കെ ഡൊമൈൻസ് അപ്പിയർ ചെയ്യണം എന്നുള്ളതിന് അവർ പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. ഈ 3 പരീക്ഷയും എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ BSc ജിയോളജി അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള കോഴ്സ് ചെയ്യാൻ പറ്റും. മുൻപ് പറഞ്ഞ 2 വിഷയത്തിലെയും എലിജിബിലിറ്റി പോലെ തന്നെ സാമ്യമുള്ളൊരു എലിജിബിലിറ്റിയാണ് ഈ ഒരു കോഴ്സിനും വേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. +2 50%-ലേറെ മാർക്സ്, അല്ലെങ്കിൽ റിസർവ്ഡ് കാറ്റഗറീസ് ആണ് 45%-ലേറെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം. തേർഡ് ഇയറിലാണ് നിങ്ങളുടെ സ്പ്ലിറ്റ് നടക്കുക. ജിയോളജിയും കമ്പ്യൂട്ടർ സയൻസും രണ്ടായി പോകുന്നത്. ആ ഒരു സമയത്തായിരിക്കും ആ കിട്ടുന്ന സബ്ജക്റ്റിലായിരിക്കും നിങ്ങളുടെ ഡിഗ്രി. 4ാമത്തെ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ 4ഉം 5ഉം ഒരുമിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം രണ്ടും BTech ആണ്. ഒന്ന് BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും മറ്റത് BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമാണ്. ഇത് രണ്ടിനുമായിട്ട് ഉള്ള ക്രൈറ്റീരിയ എലിജിബിലിറ്റിയും സെയിം ആണ്, നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ട ഡൊമൈൻസും സെയിം ആണ്. രണ്ടിനുമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ട ടെസ്റ്റുകൾ. ഈ ടെസ്റ്റുകളിൽ നല്ല സ്കോർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന എലിജിബിലിറ്റി ആയിട്ടുള്ള 50% മാർക്ക് അല്ലെങ്കിൽ 45% മാർക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സീറ്റ് നിങ്ങൾക്ക് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ BTech കോഴ്സുകളിൽ ലഭിക്കുന്നതാണ്. പക്ഷേ ഇതിലൊരു വ്യത്യാസമുണ്ട്, ഒരു ചെറിയ ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, മൊത്തം സീറ്റ്സ് ഇപ്പോൾ 100 ആണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് കേട്ടോ. 100 സീറ്റ്സ് ആണെന്നുള്ളതല്ല, നിങ്ങൾ വിചാരിക്കുക 100 സീറ്റ്സ്. 50 സീറ്റ് മാത്രമേ CUET വഴി നിങ്ങൾ സ്റ്റുഡൻസിന് കിട്ടുന്നുള്ളൂ. ബാക്കി 50 സീറ്റ് എന്ന് പറയുന്നത് JEE മെയിൻസിലെ സ്കോർ വെച്ചിട്ട് ബാക്കി കുട്ടികൾക്ക് ആ ഒരു മെയിൻസ് ക്ലിയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെയിൻസിലെ സ്കോർ വെച്ച് അഡ്വാൻസ്ഡ് പ്രിപ്പയർ ചെയ്യുന്ന അങ്ങനത്തെ JEE അഡ്വാൻസ്ഡിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സീറ്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറ്റ്സ് ആണ് ബാക്കി 50%. സോ CUET വഴി 50% സീറ്റ്സിലേക്കായിരിക്കും അവർ കുട്ടികളെ എടുക്കുക. അപ്പോൾ BTech കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. BA-കാർക്കുള്ള ന്യൂസ് ആയിട്ടുണ്ട്. BA BSc വന്നിട്ടുണ്ട്. സോ BA BSc പറയുന്നത് സൈക്കോളജി ആൻഡ് ഇംഗ്ലീഷ് ആണ്. +2 ബോർഡിൽ നിങ്ങൾക്ക് 50%-ലേറെ മാർക്ക്, അത് ഇന്ത്യൻ ആയിക്കോട്ടെ ഫോറിൻ ആയിക്കോട്ടെ, റിസർവ്ഡ് കാറ്റഗറീസ് ആണെങ്കിൽ 45% മേലെ മാർക്ക്. ഈ ഏതെങ്കിലും ബോർഡ് പഠിച്ചാൽ മതി. നിങ്ങൾ സയൻസ് പഠിക്കണം എന്നുള്ള നിർബന്ധമോ സോഷ്യൽ സയൻസ് പഠിക്കണം എന്നുള്ള നിർബന്ധമോ ഒന്നും തന്നെ ആ ഒരു എലിജിബിലിറ്റിയിൽ പറയുന്നില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊന്നുമല്ല, ഇത് എടുക്കുന്നത് ഒരിക്കലും ഒരു സബ്ജക്ട് ഡൊമൈൻ ടെസ്റ്റിൽ കൂടെയല്ല, ജനറൽ ടെസ്റ്റിലൂടെയാണ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു കോഴ്സ് അതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇംഗ്ലീഷ് എന്നുള്ളൊരു കോഴ്സ് ഉണ്ടായിട്ട് പോലും അവർ ഇംഗ്ലീഷ് അല്ല അതിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം എഴുതാനല്ല അവർ നിർബന്ധം പിടിക്കുന്നത്, നിങ്ങളോട് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതാനാണ്. ഒരു പക്ഷേ ഇംഗ്ലീഷ് അവർ കമ്പൽസറി ആയതുകൊണ്ട് ചിലപ്പോൾ പറയാതിരിക്കുന്നതായിരിക്കും. എങ്കിൽ പോലും മറ്റ് ഡൊമൈൻസ് ഒന്നും എടുക്കാതെ അവർ ജനറൽ ടെസ്റ്റിനെയാണ് ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ജനറൽ ടെസ്റ്റ് നല്ലപോലെ എഴുതുക. അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു ജനറൽ ടെസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല, ജനറൽ ടെസ്റ്റിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഒരുപാട് കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതായത് കുട്ടികളെ എടുക്കാൻ അവർ തയ്യാറാവുന്നുണ്ട്. ഇനിയും ഒരുപാട് യൂണിവേഴ്സിറ്റീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാനുണ്ട്. അത് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയും എത്രത്തോളം യൂണിവേഴ്സിറ്റീസിനെ ഈ ജനറൽ ടെസ്റ്റ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ, ആ ഒരു എക്സാം എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത്. സോ ജനറൽ ടെസ്റ്റിന് നല്ലപോലെ പഠിക്കുക. പഠിച്ചു തുടങ്ങിയവർ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ലാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. കാരണം നിങ്ങളുടെ ഭാവി ജനറൽ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ. കാരണം ഒരുപാട് കോഴ്സുകൾ, ഞാൻ പറഞ്ഞു +2 പഠിക്കാത്ത ഒരുപാട് കോഴ്സുകളുണ്ട്. +2 പഠിച്ച കോഴ്സുകൾക്ക് പോലും ജനറൽ ടെസ്റ്റ് വെച്ചിട്ടാണ് അവർ കുട്ടികളെ എടുക്കുന്നത്. സോ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ 50% 45% മാർക്ക് ഞാൻ പറഞ്ഞു. പിന്നെ തേർഡ് ഇയറിലായിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സ് സ്പ്ലിറ്റ് ആവുക. ഒന്നെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി കിട്ടും. അത് കഴിഞ്ഞ് വരുന്ന BSc BA പറയുന്നത് ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി ആണ്. അതിൻ്റെയും ക്രൈറ്റീരിയ, അതിൻ്റെ എക്സാം പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് സെയിം ക്രൈറ്റീരിയ ആണ്. 50% മാർക്ക് ഫോർ അൺറിസർവ്ഡ് കാറ്റഗറീസ്, 45% മാർക്ക് ഫോർ റിസർവ്ഡ് കാറ്റഗറീസ്. മെറിറ്റ് കം ചോയ്സ് ബേസിസിൽ തേർഡ് ഇയറിലാണ് കോഴ്സ് മാറുക. നിങ്ങൾക്ക് എന്തായാലും ഡിഗ്രി എയ്തർ ഇൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി കിട്ടുന്നതായിരിക്കും. പിന്നെ BA-കാർക്കുള്ള വലിയൊരു കോഴ്സ് വന്നിട്ടുണ്ട്, BA എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ വർക്ക്. ഒരുപാട് എക്കണോമിക്സ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇതിലുണ്ടാവും.
അപ്പം സോഷ്യൽ വർക്ക് പഠിക്കുന്നതും നല്ലൊരു കോഴ്സ് തന്നെയാണ്. വളരെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് ചാൻസസ് ഉള്ള, ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു കോഴ്സാണ് സോഷ്യൽ വർക്ക്. രണ്ടിലേക്കുമുള്ള നിങ്ങളുടെ എൻട്രി ജനറൽ ടെസ്റ്റ് വഴി തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ എലിജിബിലിറ്റിയാണ് മീറ്റ് ചെയ്യുന്നത്. 45 അല്ലെങ്കിൽ 50% മാർക്ക് +2 ഏതെങ്കിലും ബോർഡിൽ നിന്ന് പാസ്സായാൽ മതി. ഫോറിൻ ആയിക്കോട്ടെ, ഇന്ത്യൻ ആയിക്കോട്ടെ. പോരാത്തതിന് നിങ്ങളുടെ 3rd ഇയറിലായിരിക്കും ഈ ഒരു കാര്യം, അതായത് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്നുള്ള തീരുമാനം ഉണ്ടാവുന്നു. അതിലായിരിക്കും നിങ്ങളുടെ ഡിഗ്രിയും. അത് എക്കണോമിക്സ് ആയിരിക്കാം, സോഷ്യൽ വർക്ക് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും രണ്ടും ഒരു ബാച്ചലർ ഓഫ് ആർട്സ് കോഴ്സാണ്. ഇനി അടുത്ത പറയാനുള്ളത് ഫൈനൽ കോഴ്സാണ് BBA, ബാച്ചലർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. BBAയിലേക്ക് പോലും കൊമേഴ്സിലെ കോഴ്സുകൾ, അതായത് കൊമേഴ്സിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് BBA എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അവർ എടുക്കുന്നത് ജനറൽ ടെസ്റ്റ് വഴിയാണ്. അതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ജനറൽ ടെസ്റ്റാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നതും അങ്ങനെ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അതായത് സ്ഥിരം പറഞ്ഞ കാര്യങ്ങൾ തന്നെ. 50% മാർക്ക്, 45% മാർക്ക് ഫോർ റിസർവ്ഡ് കാറ്റഗറീസ്. മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ജനറൽ ടെസ്റ്റിൻ്റെ സ്കോർ, CUET സ്കോർ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കോഴ്സുകളെ പറ്റി കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പം ഒരു ജനറൽ ടെസ്റ്റ് മാത്രമാണോ നടത്തുക എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം സെക്ഷൻ 1A കമ്പൽസറി ആണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുത്തേ മതിയാവും. അപ്പോൾ അത് കമ്പൽസറി ആണെന്നുള്ളൊരു വിചാരത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ബാക്കി എന്ത് വേണം എന്നുള്ളൊരു തീരുമാനത്തിൽ കൊടുത്തതായിരിക്കാം ഈ ഒരു ജനറൽ ടെസ്റ്റ്. അതുപോലെ ബാക്കി വിഷയങ്ങളൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ അങ്ങനെ കൊടുത്തതായിരിക്കാം. എങ്കിൽ പോലും ജനറൽ ടെസ്റ്റ് എന്തായാലും വേണമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് ജനറൽ ടെസ്റ്റിന് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് യൂണിവേഴ്സിറ്റീസൊക്കെ തങ്ങളുടെ ഈ എലിജിബിലിറ്റി അതുപോലെ തങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ റിലീസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിനെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും എലിജിബിലിറ്റി അതുപോലെ മറ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാത്ത വലിയ വലിയ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. എങ്കിൽ പോലും മെല്ലെ മെല്ലെ വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ടാവും. ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും തോന്നുന്ന സംശയങ്ങളാണ്. ആ സംശയങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാൻ ഒരു മടിയും കാണിക്കേണ്ട. നിങ്ങളെ സഹായിക്കാൻ എല്ലാവിധ തയ്യാറെടുപ്പോടുകൂടിയും ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് സജ്ജരാണ്. ഏതൊരു സംശയവും നിങ്ങൾക്കിവിടെ ചോദിക്കാം. നിങ്ങൾക്ക് ഒരു സംശയവും ബാക്കി നിൽക്കാത്ത രീതിക്കുള്ള ഉത്തരങ്ങൾ തരാൻ ഞങ്ങളുടെ ടീം ഫുൾ ടൈം റെഡിയാണ്. നിങ്ങളപ്പം അറിയുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ജനറൽ ടെസ്റ്റ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി മാറുകയാണെന്നുള്ളത്. 60 മിനിറ്റ് മാത്രമുള്ളൊരു പരീക്ഷ. ആ പരീക്ഷയിൽ വെച്ച് ആ ഒരു പരീക്ഷയുടെ ബേസിസിലാണ് നിങ്ങളെ കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി അവരുടെ BA കോഴ്സുകളിലേക്കെല്ലാം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നത്. ചില BSc കോഴ്സുകളിലേക്കും ഈ ഒരു ജനറൽ ടെസ്റ്റ് വഴി വെച്ചായിരിക്കും അവരുടെ അഡ്മിഷൻസ്. സോ അത് മനസ്സിലാക്കി നിങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് മാത്രം പരീക്ഷ എഴുതുക. കൃത്യമായി ഏതൊക്കെ എലിജിബിലിറ്റിയാണ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ ശേഷം മാത്രം എക്സാംസിന് അപ്ലൈയും ചെയ്യുക. തിടുക്കത്തിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം തന്നെ തരാൻ ഞങ്ങൾ പ്രപ്പോയ്സ് ടീം ഇവിടെ റെഡിയാണ്. ഏതൊരു സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് ചോദിക്കാം. മറ്റ് വിവരങ്ങൾ നിങ്ങൾ അറിയാതെ പോകുമെന്നുള്ള പേടിയും വേണ്ട. നിങ്ങളിലേക്ക് CUETയെ സംബന്ധിച്ചുള്ള ഏതൊരു ന്യൂസും ഏതൊരു യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള കാര്യങ്ങളും ആദ്യം തന്നെ കൃത്യമായ വിവരങ്ങൾ എത്തിക്കുന്നതിനായി അല്ലെങ്കിൽ എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ബാക്കി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ പുതിയൊരു CUET വീഡിയോയുമായിട്ട് ഞാൻ വൈകാതെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇനിയും ഒരുപാട് CUET വിശേഷങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.